സ്വാമി ശരണം. ശബരിമലയുടെ ചരിത്ര പുരാണങ്ങളും അയ്യപ്പ കഥകളും ഐതിഹ്യങ്ങളും പങ്കുവയ്ക്കുന്ന സ്വാമി സവിധത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സകല ദുഃഖ ദുരിതങ്ങൾക്കും പരിഹാരമേകുന്ന അഭൗമ സുന്ദര ദേവാലയമാണ് അഖിലാണ്ടകോടി ബ്രഹ്മാണ്ഡ നായകനായ അയ്യപ്പസ്വാമി അമരുന്ന ശബരിമല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. ദർശന സ്പർശന മാത്രങ്ങളാൽ തന്നെ സകലർക്കും ആത്മശുദ്ധിയെ പ്രദാനം ചെയ്തുകൊണ്ട് അനവധി പുണ്യതീർത്ഥങ്ങളെ ഏകോപിച്ച് സഞ്ചയിച്ച് തീരഭൂമിക്ക് പുളകം വളർത്തി കളമർമ്മര ധ്വനിയോടുകൂടി പ്രവഹിക്കുന്ന പമ്പാ നദിയാൽ പരിസേവിതമായ നീലപർവ്വതത്തെ അലങ്കരിച്ചുകൊണ്ട് സ്ഥിതി ചെയ്യുന്ന ശബരിമലയിൽ ഭട്ടബന്ധം പൂണ്ട് ചിന്മുദ്രയോടൊത്ത് സകല ലോകങ്ങളെയും അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീധർമ്മശാസ്താവ് വാണരുളുന്നു. ഭഗവത് കഥാശ്രവണം ചെയ്യുന്നവരുടെ മനസ്സാകുന്ന കാനനത്തിലുള്ള കാമക്രോധാദികളായ മത്തഗജങ്ങളുടെ മസ്തക വിധ്വംസിയായി ധർമ്മശാസ്താവ് പ്രകാശിക്കുന്നു. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മാത്രമല്ല ദേശവിദേശങ്ങളിൽ നിന്നും അനവധി തീർത്ഥയാത്രക്കാർ ശബരിമല ദർശനത്തിനായി എത്തുന്നു. ഒരു ജാതി ഒരു മതം എന്നുള്ള ഭാവം അവിടെ കൂടുന്ന ഭക്തന്മാരിൽ പണ്ട് മുതലേ പ്രത്യക്ഷമാണ്. ജാതി ചിന്ത ശബരിമലയിൽ അന്നും ഇന്നുമില്ല. വാസ്തവത്തിൽ അയ്യപ്പസ്വാമി തന്നെയാണ് ആദർശപരമായ വന്ദ്യ ഗുരുസ്ഥാനം ഈ മതമൈത്രിക്കായി വഹിക്കുന്നത്. പന്തള രാജാവിന് നൽകുന്ന ജ്ഞാനോപദേശത്തിൽ ശബരിമലയിലേക്കുള്ള യാത്രാവിധിയെക്കുറിച്ച് മണികണ്ഠൻ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. ജന്മകർമ്മങ്ങൾ കർമ്മനാശത്തിനുള്ള വഴി, നിഷ്കാമകർമ്മം ചെയ്താലുള്ള ഫലം, ബ്രഹ്മവും മായയും, ബ്രഹ്മത്തിന്റെ ലക്ഷണങ്ങൾ, മായയുടെ ഉത്ഭവം എന്നിങ്ങനെ വിവിധ വിഷയങ്ങൾ പന്തള രാജാവിന് മണികണ്ഠൻ ജ്ഞാനോപദേശ രൂപത്തിൽ പറഞ്ഞുകൊടുത്തു. പഞ്ചഭൂതങ്ങളുടെ ഉൽപ്പത്തി, ഗുണത്രയങ്ങൾ, അവയുടെ ബന്ധം, ഭൂതപഞ്ചീകരണം, സൃഷ്ടി, ദേഹബന്ധങ്ങൾ, ദിവ്യ സൃഷ്ടികളും ഇതര സൃഷ്ടികളും, മനുഷ്യ ശരീരവും 96 തത്വങ്ങളും, മനസ്സ്, ബുദ്ധിയുടെ പ്രാധാന്യം, മനസ്സ് നന്നാക്കുന്നതിനുള്ള മാർഗം, ഗുരുലക്ഷണം, ശാസ്ത്രലക്ഷണം എന്നിങ്ങനെയുള്ള സംഗതികളെക്കുറിച്ച് മണികണ്ഠൻ പന്തള രാജാവിന് സവിസ്തരം പറഞ്ഞുകൊടുത്തു.
കാലത്തിൻ്റെ പുരോഗതി മാനവ ജീവിതത്തെ എത്രയേറെ സ്വാധീനിച്ചാലും ഭൗതിക സുഖങ്ങളിൽ അവർ എത്രയേറെ രമിച്ചാലും ആത്മീയതയുടെ സുഗന്ധം തേടി കലിയുഗവരദൻ്റെ കൃപാ കടാക്ഷങ്ങൾ തേടി ഓരോ വർഷവും ശബരിമലയിലെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഭാരതീയ ദേവീ ദേവസങ്കല്പങ്ങളുടെ തേജസ്സാർന്ന അമ്പലത്തിൽ രൂപവൈശിഷ്ട്യത്തിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും 18-ാം പടിയുടെ ദിവ്യശോഭയിലാണ് സ്വാമി അയ്യപ്പൻ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത്. പൂർണ്ണമായും മാനവ പ്രകൃതിയെ സ്പർശിക്കുന്ന അയ്യപ്പ ചരിതത്തിൻ്റെ ഋതുഭേദങ്ങളിലേക്കുള്ള യാത്ര ആനന്ദാനുഭൂതിയുടേതാണ്. ശ്രീ അയ്യപ്പനു ചുറ്റുമുള്ള കഥകളിലും സൂചനകളിലും സൗന്ദര്യാംശം വലിയ അളവിലുണ്ട്. ഭക്തിയാൽ തരളിതമായ മനസ്സുകളിൽ ദേവസ്വരൂപമായി അയ്യപ്പൻ തിളങ്ങി വിളങ്ങി നിൽക്കുന്നു. സ്വാമി സവിധം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. അനവധ്യ സുന്ദരങ്ങളായ അയ്യപ്പ കഥകളുമായി വീണ്ടും അടുത്ത അധ്യായത്തിൽ കാണാം. സ്വാമി ശരണം.